പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ മാഷ്, എന്നോടൊപ്പം സംസാരിക്കുന്ന ഭരതൻ മാഷും മോഹനൻ മാഷും, പ്രിയപ്പെട്ട കഥാകാരൻ എം വി ജനാർദ്ദനൻ, പ്രിയ സുഹൃത്തുക്കളെ, എം വി ജനാർദ്ദനൻ്റെ ഈ പുസ്തകം കുറച്ച് മുമ്പേ തന്നെ ഞാൻ വായിക്കുകയുണ്ടായി. അവസാനം പറഞ്ഞ ഒരു അവാർഡ്, റഹീം മുഖത്തല അവാർഡിൻ്റെ രണ്ടു വട്ടം ജഡ്ജായിരുന്നു ഞാൻ. അപ്പോൾ ആദ്യത്തെ വട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ വട്ടമായപ്പോൾ ഞാൻ അതിൻ്റെ സംഘാടകരോട് പറഞ്ഞു, പെരുമലയൻ ഉൾപ്പെടുത്തണേ, ഞാനായിരിക്കില്ല ജഡ്ജ് എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, പെരുമലയൻ ശ്രദ്ധിക്കാതെ പോകരുത്, പെരുമലയൻ അതിൽ വരണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവസാനം അവർ എന്നെ തന്നെ പിടിച്ചിട്ട് ജഡ്ജാക്കി. തീർച്ചയായിട്ടും വന്ന നോവലുകളിൽ എനിക്ക് ഏറ്റവും അർഹമായിട്ടുള്ള നോവലായിട്ട് പെരുമലയൻ തന്നെയാണ് തോന്നിയത്. മറ്റു രണ്ട് ജഡ്ജസും അതിനെ അനുകൂലിക്കുകയും ചെയ്തു. പക്ഷെ എനിക്കതിൻ്റെ ചർച്ചയ്ക്ക് പോകാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷന് പോകാൻ സാധിച്ചില്ല എന്ന് ശരിയാണ് രാധാകൃഷ്ണ മാഷ് പറഞ്ഞ പോലെ. ഞാൻ പറഞ്ഞു 23-ന് ഞാൻ ഏതായാലും വരുന്നുണ്ട്. ചെറുതായിട്ടൊരു ആശംസ കൊടുക്കലല്ല വേണ്ടത്, അതിനെ നന്നായിട്ട് തന്നെ അതിനെപ്പറ്റി സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ള തോന്നൽ കൂടിയുണ്ട്. അതുകൊണ്ട് 23-ന് ഞാൻ സംസാരിച്ചോളാം എന്ന് പറയുകയാണ് ഉണ്ടായത്. അതിനൊക്കെ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു വിഷയമുണ്ട്, മിത്തും കാലവും ചരിത്രവും. ഞാൻ മോഹനൻ മാഷ പോലെ അക്കാഡമീഷ്യനല്ല, അതുകൊണ്ട് കുറച്ചുകൂടി സ്വതന്ത്രമായിട്ട് വിഷയത്തിൻ്റെ ക്യാപ്ഷനൊക്കെ നല്ല അക്കാദമിക് നിലവാരമുള്ളതാണെങ്കിലും ഞാൻ എൻ്റേതായ രീതിയിൽ സംസാരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആഖ്യാന രീതിയിൽ ആ ഒരു പുതുമ തീർച്ചയായിട്ടും ഉണ്ട്. സംസ്കൃതിയുടെ അതിസൂക്ഷ്മമായ അംശങ്ങളിലേക്കുള്ള ശ്രദ്ധ, വളരെ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് അത്രമാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ എഴുത്ത് നിർവഹിച്ചിരിക്കുന്നത്. പ്രകൃതിപരത, പ്രകൃതിയും മനുഷ്യനും കൈകോർക്കുകയാണ് ചെയ്യുന്നത്, വേറെ നിൽക്കുകയല്ല. പ്രകൃതി ഈ കീഴാള മനുഷ്യരുടെ അല്ലെങ്കിൽ അധകൃത മനുഷ്യരുടെ അല്ലെങ്കിൽ പുറമ്പോക്ക് മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ചെമ്പകമരമായാലും ചിരുതയുടെ കുന്നായാലും വഴിയായാലും തോടായാലും ഒക്കെ ഈ മനുഷ്യരോടൊപ്പം തന്നെ കണ്ണീർ വാർക്കുകയും സന്തോഷപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി, പ്രകൃതി അതിൻ്റെ ഒരു ഭാഗം തന്നെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദൈവമായി വേഷം കെട്ടേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുക, അവൻ്റെ ശരീരം എങ്ങനെയൊക്കെ അതിന് രൂപപ്പെടുത്തേണ്ടതുണ്ട്, ഇതൊക്കെ വളരെ വളരെ സൂക്ഷ്മമായിട്ട് ഒരുപക്ഷെ വടക്കൻ മലബാറിലെ കുറേ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഏത് മനുഷ്യനും ഇത് സ്വായത്തമാക്കാൻ ഒരുപക്ഷെ സാധിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ വ്യത്യാസം എനിക്ക് തോന്നിയത് ഈ പുറമ്പോക്ക് മനുഷ്യരുടെ ജീവിതത്തിലെ ഒരു നന്മയും വളരെ സർഗാത്മകമായിട്ടാണ് അവരുടെ ജീവിതം. വെറുതെ ഒരു അവരുടെ ദുഃഖങ്ങളെ ആഖ്യാനം ചെയ്യുകയല്ല. ആ ഒരു ജീവിതത്തിലെ നന്മയും മനുഷ്യത്വവും അതിൻ്റെ ഒരു സൗന്ദര്യം, അതാണ് എന്നെ ആകർഷിച്ചത്. വളരെ സൗന്ദര്യമുണ്ട് ആ ഒരു ജീവിതത്തിന്, ആ കീഴാള ജീവിതത്തിന് എന്നാണ് എനിക്ക് തോന്നിയത്. അത് മനസ്സിലാക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ തികച്ചും സർഗാത്മകനായ ഒരു മനുഷ്യനെ സാധിക്കുകയുള്ളൂ. ആ സങ്കടങ്ങൾ ആവിഷ്കരിക്കാൻ ഒരുപക്ഷെ ഒരു പൂർവ്വ കമ്മ്യൂണിസ്റ്റായിരുന്ന, ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് മനസ്സ് ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും, അദ്ദേഹത്തിന് സാധിക്കും ആ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ. പക്ഷെ അതിലെ ഒരു സൗന്ദര്യം മനസ്സിലാക്കാൻ ഒരു തികച്ചും സർഗാത്മകനായ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നോവലിൻ്റെ ഭൂമിക നേരത്തെ പറഞ്ഞു. ആ ഒരു വടക്കൻ മലബാറിലെ ഒരു ഗ്രാമം, എരമം ഗ്രാമം, അദ്ദേഹം ജനിച്ചു വളർന്ന ഗ്രാമമാണ്. കാലം ഏതാണെന്ന് എനിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, മോഹനൻ മാഷ പോലെ തന്നെ. ഇതേത് കാലം എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായിരുന്നു. ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും സ്കൂളിൽ പോകുന്നില്ല. അവർക്ക് ആ ഒരു തങ്ങളുടെ ഗോത്ര ജീവിതത്തിലെ അതിൻ്റെ ഒരു വിദ്യ അല്ലാതെ വേറൊന്നും അവർ പഠിക്കുന്നില്ല. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരനായ അദ്ദേഹം എഴുതിയൊരു നോവലിൽ എന്തുകൊണ്ട് ആ ഒരു ചരിത്രഘട്ടങ്ങൾ വരുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. എന്തുകൊണ്ട് എത്രയും ഒരു പാരമ്പര്യമുള്ള ഒരു വടക്കൻ മലബാറിലെ ഇത്തരമൊരു നോവലിൽ എന്തുകൊണ്ട് അതൊന്നും വരുന്നില്ല? അപ്പം അതിനേക്കാൾ മുമ്പുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു മോത്തെഴുത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആമുഖക്കുറിപ്പ് കാണുമ്പോൾ എനിക്ക് സംശയം തോന്നി. അദ്ദേഹം ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ചില കഥാപാത്രങ്ങളൊക്കെ തന്നെ ആണ് എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി. ചിരുത പേറ്റെടുക്കാൻ വരുന്ന
ചിരുതയെ പറ്റി അദ്ദേഹം എഴുതിയിട്ടുണ്ട്, പെരുമലേനെ പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് കാലം എന്നെനിക്ക് കൺഫ്യൂഷനായി. ഇത് എപ്പോഴത്തെ ഏത് കാലമാണ്? അവസാനം ഞാൻ അദ്ദേഹത്തെ, അതിനു മുമ്പ് ഞാൻ വേറൊരാളോട് സംസാരിച്ചു, വടക്കൻ മലബാറിലുള്ള ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചോക്കുന്നതിന് മുമ്പുള്ള വടക്കൻ മലബാറിലെ എല്ലാ ഗ്രാമങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, മനുഷ്യരൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിനുശേഷമാണ് എനിക്ക് ഇദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചത്. അപ്പോഴാണ് ഇതൊക്കെ കുറേയും കൂടി പിറകിലുള്ള ഒരു കാലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഇതെല്ലാം ബോധ്യപ്പെടുത്തിയത്, അത് മൊത്തെഴുത്തിലും പറയുന്നുണ്ട്, അപ്പൂപ്പനാണ്. അപ്പൂപ്പൻ്റെ കരിമ്പടത്തിൽ ചുരുണ്ട് കിടന്നുകൊണ്ട് കേൾക്കുന്ന കഥകൾ, ആ കഥകളിൽ ഈ സങ്കടങ്ങളുണ്ട്. അതൊന്നും സഹിക്കാൻ വയ്യാണ്ടായപ്പോഴാണ് ഇദ്ദേഹം ഈ നോവലായിട്ട് ഇത് പുറത്തേക്ക് വരുന്നത്. ഇതൊന്നും എൻ്റെ മനസ്സിൽ അടങ്ങി നിൽക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അവരെയൊക്കെ പുറത്തേക്ക് ഇറക്കി വിടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും തെയ്യം കഥകളും ഒക്കെ ഇദ്ദേഹത്തിന് അപ്പൂപ്പൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം, അതേപോലെ തന്നെ ജീവിച്ച പ്രദേശങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം. എങ്കിലും ഈ പറഞ്ഞു കൊടുക്കൽ ഏത് രീതിയിലായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടെ അല്ലെങ്കിൽ ബോധത്തോടെ തന്നെ ആയിരിക്കണം ഈ അപ്പൂപ്പൻ ഈ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. കാരണം അത് വെറും കഥകളല്ല, തെയ്യ കഥകളൊന്നും വെറും കഥകളല്ല, അതിലെ സൗന്ദര്യാത്മകത മാത്രമല്ല, അല്ലെങ്കിൽ അതിലെ കഥകൾ മാത്രമല്ല അദ്ദേഹം സ്വാംശീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തുള്ള ഈ ഒരു മനുഷ്യ വ്യഥകളെ കൂടി അദ്ദേഹത്തിന് സ്വാംശീകരിക്കാൻ സാധിച്ചത് ആ അപ്പൂപ്പൻ ആ രീതിയിൽ അത്തരം കഥകൾ പറഞ്ഞു കൊടുത്തതുകൊണ്ട് കൂടിയായിരിക്കാം. മാഷ് പറഞ്ഞ പോലെ തന്നെ ഈ മിത്തുകളിൽ ചരിത്രമുണ്ട്. മിത്തുകൾ നമ്മുടെ ചരിത്രത്തെ എങ്ങനെയാണ് മനുഷ്യർ ജൈവികമായിട്ട് അനുഭവിച്ചത് എന്നതിൻ്റെ സാക്ഷ്യങ്ങളാണ്. അത് വെറും ചരിത്രമല്ല. അതിപ്പോൾ വേണമെങ്കിൽ ഇതിനോട് കൂടി ഞാൻ ചേർത്ത് പറയാൻ വിചാരിക്കുന്ന, അതുപോലെ അല്ലെങ്കിലും വേറൊരു നോവല് സോമൻ കടലൂരിൻ്റെ പുള്ളിയൻ എന്ന നോവലാണ്. അപ്പോൾ അതിലും ഒരു മിത്തുണ്ട്. അതിലൊരു ഐങ്കര മുത്തപ്പനുണ്ട്. ഐങ്കര മുത്തപ്പൻ ഈ കഥകൾ ഇങ്ങനെ പറയും, പഴയ കഥകൾ, നാടിൻ്റെ കഥകളൊക്കെ പറയുമ്പോൾ ഈ ചെറുപ്പക്കാർ ഈ കഥ കേൾക്കാൻ വരുന്നവർ ചിലപ്പോൾ കുനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ എങ്ങനെയാണ് അത് ശരിയാവുക? ആ കാലം ശരിയാവണല്ലോ നിങ്ങൾ പറയണത് എന്ന് പറയുമ്പോൾ ഈ മുത്തപ്പൻ പറയുന്ന കാര്യം, ഉത്തരം എങ്ങനെയാണ്? നമ്മളെ അനുഭവം നമ്മളെ കഥ അല്ലാതെ ഉണ്ട്. അപ്പം നമ്മളെ അനുഭവം എന്ന് പറയുമ്പോൾ നമ്മളെ മുമ്പ് പൂർവികർ കൂടി അനുഭവിച്ചത് എന്താണോ അതാണ് നമ്മുടെ ഈ കഥ. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അതിന് നിങ്ങൾ കാലഗണനയൊന്നും നോക്കി പോണ്ടതില്ല. കാരണം ഈ കഥകൾ അനുഭവത്തിൽ നിന്ന് വരുന്നതാണ്. ചരിത്രത്തെ ജൈവികമായിട്ട് എങ്ങനെ അനുഭവിച്ചു എന്നുള്ളതിൻ്റെ സാക്ഷ്യങ്ങളാണ്. അതിൽ ചിലപ്പോൾ കാലഗണനയൊക്കെ കുറച്ച് തെറ്റിപ്പോവും, കുറച്ച് ഭാവന കൂടുതലുണ്ടാവും. കീഴാള മനുഷ്യരുടെ സങ്കടങ്ങളിൽ നിന്ന് വന്ന ചില ഭാവനകളൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും. മോനമാഷ് പറഞ്ഞ വേറൊരു കാര്യം, കീഴാള മിത്തുകൾ എന്ന് പറയുമ്പോൾ അതിലൊരു രാഷ്ട്രീയ ശരിയില്ലായ്മ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയാം അത് ശരിയാണ് എന്നാണ്. മാഷ നിഷേധിക്കുന്നല്ല, പക്ഷെ ഞാൻ പറയാം കീഴാള മിത്തുകളാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തോട് ശരിക്കും ചേർന്ന് നിൽക്കുന്നത്. സത്യസന്ധമായിട്ടുള്ളത് കീഴാള മിത്തുകളാണ് എന്ന് ഞാൻ പറയും. കാരണം നമ്മൾ സവർണ മിത്തുകൾ എന്ന് പറയുന്നതിൽ പലതരത്തിലുള്ള ഡിസ്റ്റോർഷനുകൾ ഉണ്ട്. അത് ഒരുപക്ഷെ പീഡിപ്പിക്കുന്ന മനുഷ്യനെ ദൈവമാക്കിക്കൊണ്ട് ആ ഒരു പീഡനത്തെ ന്യായീകരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഇതിഹാസങ്ങളിലൊക്കെ കാണുന്ന അതാണല്ലോ, പീഡകൻ അവസാനം ദൈവമാകുന്നു. അപ്പോൾ ദൈവത്തിന് ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട്. നേരെ മറിച്ച് കീഴാള മിത്തുകളിൽ യഥാർത്ഥത്തിലുള്ള അവരനുഭവിച്ച ആ ഒരു ചരിത്രം വരുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പലതരത്തിലുള്ള കീഴാള മിത്തുകൾ ഉണ്ടാകാം. സൗന്ദര്യാത്മകമായിട്ടുള്ള മിത്ത്, വളരെ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു മിത്തിക്കൽ ഒരു കഥ ഞാൻ കേട്ടിട്ടുള്ളത് അന്നം ചെറുകിളിപ്പെണ്ണിനെ പറ്റിയിട്ടുള്ള ഒരു മിത്താണ്. അതായത് ഒരു പുലയപ്പെണ്ണ് പാർവതിയുടെ മകളാണ് എന്ന് പറയുന്നത്. അവിടെ പാട്ടുപാടി സ്വർഗത്തിൽ നിന്ന് വിത്തിറക്കി കൊണ്ടുവന്നിട്ടാണ് ഈ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പുലയരാണ് കൃഷിയുടെ ആളുകൾ. അപ്പോൾ ഈ പുലയപ്പെണ്ണിൻ്റെ പാട്ടിലൂടെയാണ് വിത്തുകൾ വരുന്നത്, കൃഷി ഉണ്ടാകുന്നത്. അത് വളരെ സുന്ദരമായിട്ടുള്ളൊരു മിത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. വാക്ക്, അന്നം, ഇതൊക്കെ കൃഷി ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധം. ചിലതിൽ ഒരു നിസ്സഹായതയാണ് നമുക്ക് കാണാൻ സാധിക്കുക, ഈ മനുഷ്യരുടെ നിസ്സഹായത. ഇപ്പോൾ വയനാട്ടിലെ അടിയരുടെ മാവേലി മന്ത്രം, മാവേലിയെ പറ്റിയുള്ള ഒരു മിത്തുണ്ടല്ലോ. അതായത് ഞങ്ങൾ മാവേലിയുടെ മക്കളായിരുന്നു, ഞങ്ങൾക്ക് ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു. അവസാനം 3 കള്ളത്തമ്പ്രാക്കന്മാർ വന്നിട്ട് ഈ ഞങ്ങളുടെ മാവേലിയെ ചതിച്ചു കൊന്നിട്ട് ഞങ്ങളുടെ ഭൂമി മുഴുവൻ
എടുത്തതാണ്. അന്ന് മുതലാണ് ഞങ്ങൾ അടിയരായി മാറിയത് എന്നുള്ള ഒരു നിസ്സഹായതയുടെ മിത്ത്. നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ഇവർക്ക് അതൊരു നിസ്സഹായതയുടെ കഥയായിട്ടാണ് അത് വരുന്നത്. അതേപോലെ തന്നെ തെയ്യത്തിലേക്ക് എത്തുമ്പോൾ ഇത് കുറച്ച് മാറുന്ന നമുക്ക് കാണാം. തെയ്യത്തിൻ്റെ മിത്ത് ആ കഥയിലേക്ക് വരുമ്പോൾ അതിൽ മിക്കവാറും എല്ലാത്തിലും നമുക്കൊരു പ്രതിരോധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചതിയുടെ അതിനെതിരായിട്ടുള്ളൊരു പ്രതിരോധത്തിൻ്റെയോ പ്രതിഷേധത്തിൻ്റെയോ ഒക്കെ ഒരു കഥയായിട്ട് പറയും. മാഷ് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഒരു പക്ഷേ ഇതിലൊരു 8 തെയ്യം എങ്ങാനും പറയുന്നുണ്ട്. 8 തെയ്യങ്ങളെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. ഞാൻ എണ്ണി നോക്കിയപ്പോൾ 8 തെയ്യമാണ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. 8 തെയ്യങ്ങളുടെ കഥ വരുന്നുണ്ട്. അതിൽ പുതിയോതി തെയ്യം എന്ന് പറയുന്ന തെയ്യം മാത്രമാണ് ഒരുപക്ഷെ ഒന്നുമില്ല, അതൊരു വസൂരി മാറ്റാൻ വേണ്ടിയുള്ള ഒരു പരമശിവൻ്റെ മകൾ അല്ലേ, മകളായിട്ട് ഭൂമിയിൽ അവതരിപ്പിക്കുന്നു. വസൂരി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തെയ്യം കെട്ടലാണത്. ബാക്കി മിക്കവാറും എല്ലാ തെയ്യത്തിലും നമ്മൾ കാണുന്നത് ഈ ഒരു ചതിയുടെ കഥ അവിടെ കാണാൻ സാധിക്കും. പൊട്ടൻ തെയ്യമാണ് കഥ പറയുന്നത് എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പൊട്ടൻ തെയ്യം പൊട്ടൻ കളിക്കുന്നത് ആരുടെ മുന്നിലാണ്? അത് ശങ്കരാചാര്യർ ആണോ അതോ വേറെ ആരെങ്കിലും ആയിരുന്നോ? ഇതിലനുസരിച്ച് ശങ്കരാചാര്യർ തന്നെയാണെന്ന് നമുക്ക് സൂചനയുണ്ട്. കാരണം ശങ്കരാചാര്യർ ഈ ബ്രാഹ്മണിസത്തിൻ്റെ വക്താവായിട്ട് കേരളത്തിലേക്ക് വരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ജ്ഞാനിയായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഈ പൊട്ടൻ തെയ്യം തലയിലൊരു കള്ളുകുടവും കയ്യിലൊരു കുട്ടിയും പിടിച്ച് പുറത്ത് നായുണ്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ മാറിപ്പോ എന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണല്ലോ പൊട്ടൻ തെയ്യത്തിൻ്റെ പൊട്ടംകളി ചോദ്യങ്ങൾ. ഞാങ്കളെ കൊത്തിയാലും ഇങ്കളെ കൊത്തിയാലും ചോരല്ലേ ചൊവ്വരെ പിന്നെന്തേ കലമ്പുന്നു എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ പലതും ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുപ്പയിലെ പൂവല്ലേ നിങ്ങൾ പൂജയ്ക്ക് വെക്കുന്നത്? ഞങ്ങളുടെ വാഴയുടെ ഇതല്ലേ പഴമല്ലേ നിങ്ങൾ പൂജയ്ക്ക് വെക്കുന്നത്? ഇങ്ങനെ പലതരം ചോദ്യങ്ങൾ. നിങ്ങൾ ആരോടാണ് മാറിപ്പോവാൻ പറയുന്നത്? എൻ്റെ ശരീരത്തോടാണോ എൻ്റെ ആത്മാവിനോടാണോ? എല്ലാ ആത്മാക്കളും ഒന്ന് തന്നെ, പ്രപഞ്ചശക്തിയുടെ ഭാഗം തന്നെ എന്ന് പറയുന്ന തത്വമസിയുടെ വക്താവായ ശങ്കരാചാര്യരോട് ചോദിക്കുകയാണ്, ആരാണ് മാറിപ്പോണ്ടത്? എൻ്റെ ആത്മാവാണോ മാറിപ്പോണ്ടത്? ഇത്തരത്തിലുള്ള പൊട്ടംകളി ചോദ്യങ്ങൾ അതിബുദ്ധിമാനായിട്ട് പൊട്ടം കളിക്കുന്ന പൊട്ടൻ തെയ്യത്തിനെ എറിഞ്ഞു കൊല്ലുന്നു. എറിഞ്ഞു കൊന്നതിന് ശേഷം അദ്ദേഹം ദൈവമാവുന്നു. പൊട്ടൻ തെയ്യം തന്നെ പറയുന്നുണ്ട്, എന്നെ എറിഞ്ഞു കൊന്നതാണ്. എറിഞ്ഞു കൊന്നതിന് ശേഷം എന്നെ ദഹിപ്പിക്കുന്നു. ഞങ്ങൾ പുലയരെ ദഹിപ്പിക്കാറില്ല, പക്ഷെ ദഹിപ്പിച്ചു കഴിഞ്ഞ് അതിൽ നിന്ന് ദൈവമായിട്ട് ഉയർന്നു. അങ്ങനെ അവരോധിക്കുന്നു. അത് അവരോധിക്കുന്നത് പോലും സവർണരാണ് എന്നുള്ളൊരു സത്യം കൂടി അവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് ഭയമുണ്ട്. കാരണം ഈ സമൂഹം തിരിച്ചടിച്ചാലോ എന്നുള്ള ഭയമുള്ളത് കൊണ്ട് ഇത് ദൈവമായി, ഇനിയിപ്പോൾ ദൈവത്തിനെ കെട്ടിയടിച്ചാൽ മതി. അപ്പോൾ അതൊന്ന് അടങ്ങി. ഇത് അവിടെയും നമ്മൾ ആ ഒരു തന്ത്രം കാണുന്നുണ്ട്. അതേപോലെ ഇതിൽ പറയുന്ന ഒരു പുലിമറഞ്ഞ തൊണ്ടച്ചൻ ആ രീതിയിലാണ് അത് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. യൂയഖാദറിൻ്റെ പുലിമറ ദൈവത്താർ എന്ന് പറയുന്ന ഒരു നോവലറ്റിൽ നമ്മൾ കാണുന്ന ഇത് ഒരു ചതിയുടെ കഥയാണ്. പറയനായ ഒരു മനുഷ്യൻ കൃഷി ചെയ്ത് മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ അവനെ ചതിച്ച് കാട്ടിലേക്ക് പുലിയാക്കി പറഞ്ഞേക്കുന്ന പുലിമറ ദൈവത്താർ. അത് ഇദ്ദേഹം മൂത്തെഴുത്തിൽ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ്റെ അമ്മാവൻ ആയിരുന്നു അല്ലേ. ഈ ഒരു വൈദ്യരായിരുന്നു, ഒരു മന്ത്രവാദിയായിരുന്നു അദ്ദേഹം. അവരെ ചതിച്ചിട്ട് ഇതേപോലെ തന്നെ മന്ത്രം കൊണ്ട് തന്നെ ചതിച്ചിട്ട് പുലിയാക്കി കാട്ടിലേക്ക് അയക്കുന്ന. അപ്പോൾ ശുദ്രരും വാസ്തവത്തിൽ ഈ ചാതുർവർണ്ണ്യത്തിൽ കീഴാളർ തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിൽ അങ്ങനെ അല്ലെങ്കിൽ പോലും ശുദ്രർ പോലും വിദ്യാഭ്യാസം ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലാത്തവരല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ശുദ്രനെയും അതേപോലെ ചതിച്ച് തെയ്യം ആക്കുന്നുണ്ട്. ശുദ്രനാണെങ്കിൽ ഇതിൽ യൂയഖാദറിൻ്റെ നോവലിൽ അത് പറയനാണ്. അപ്പം ഇതാണ് ഈ കഥകൾക്ക് ഇത് പലപ്പോഴും യോജിക്കുന്നുണ്ടാവില്ല, അതിൽ ഭാവന കലർന്നിട്ടുണ്ടാകാം. അപ്പം ഇത് ശങ്കരാചാര്യർ തന്നെ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പില്ല അല്ലേ. അല്ലെങ്കിൽ ശങ്കരനെ പോലെ തന്നെ അതിന് ശേഷം വന്ന ഏതെങ്കിലും ജ്ഞാനി എന്ന് അഭിമാനിക്കുന്ന, ഞാൻ തത്വമസിയുടെ ഇല്ലേ അദ്വൈതത്തിൻ്റെ ആളാണ് എന്ന് പറയുന്ന വേറൊരു ജ്ഞാനി മനുഷ്യനായിരുന്നിരിക്കാം, നമുക്കറിയില്ല ആ കാലം. പക്ഷെ ശങ്കരാചാര്യരാണെങ്കിൽ ആ കാലം നമുക്ക് ആലോചിച്ചാൽ അറിയാം. ആ കാലത്താണ് വാസ്തവത്തിൽ ചാതുർവർണ്ണ്യം അല്ലെങ്കിൽ ബ്രാഹ്മണിസം കേരളത്തിലേക്ക്
വന്ന ഒരു കാലം 7, 8 ആ നൂറ്റാണ്ടിൽ എപ്പോഴാണല്ലോ ശങ്കരാചാര്യർ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയം അതുമായിട്ട് യോജിക്കുന്നുണ്ട്. ഒരു പക്ഷേ ശങ്കരാചാര്യരോട് ഇങ്ങനെ ഒരു പൊട്ടൻ തെയ്യം ചോദിച്ചിട്ടുണ്ടാകാം, അതിനുശേഷവും പൊട്ടൻ തെയ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ബ്രാഹ്മണരോട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച പൊട്ടൻ ദൈവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഈ നമ്മളിതിൽ കാണുന്നത്, ഈ പുലിമറ ദൈവത്താറിലും നമ്മൾ കാണുന്നത് പുലിയായി വേഷം കെട്ടി വന്നവർ തങ്ങളെ ചതിച്ച ജന്മികളെ കൊല്ലുന്നതായിട്ട് യു എ ഖദറിൻ്റെ നോവലിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ ഈ കുത്തുവിളക്ക് പിടിച്ചു വാങ്ങി അത് പറഞ്ഞ പോലെ തന്നെ അത്ര അവരനുഭവിച്ചിട്ടുള്ള ഒരു ജീവിതം 3 തലമുറകളെ സ്ത്രീകളെ ചൂഷണം ചെയ്ത അമ്മൂമ്മയെ, പെരുമലേൻ്റെ അമ്മയെ, പെരുമലേൻ്റെ ഭാര്യയെ, പെരുമലേൻ്റെ മരുമകളെ ഒക്കെ ചൂഷണം ചെയ്തിട്ടുള്ള ഒരു തമ്പുരാൻ. ആ തമ്പുരാൻ്റെ ആയുസ് ഒന്നാലോചിച്ച് നോക്കി. അതേപോലെ തന്നെ മുഴുവൻ കീഴാളരായ മനുഷ്യരെയും അത്രമാത്രം പീഡിതരായിട്ട് നിലനിർത്തിയ ഒരു തമ്പുരാൻ. ആ തമ്പുരാൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാവണമെന്നില്ല, പല തമ്പുരാക്കന്മാർ ആ ഒരു മനയുടെ അകത്ത് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അവരിൽ പലരും ഇവർ ആരാണ് ഗർഭം ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന മാതാ പെരുമലേൻ്റെ മകളോട് ഇതാരാണ് ഇതിൻ്റെ ആളെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഏതോ ഒരു തമ്പുരാൻ, ഞാനെങ്ങനെയാണ് പറയുക എന്ന് പറയുന്നുണ്ട്. പേറ്റെടുക്കാൻ പോയിട്ട് ഗർഭിണിയാവുന്ന മാതാ. മലിനാണി അതേപോലെ, അമ്മയും അതേപോലെ ഗർഭിണിയായിട്ടുണ്ട്. ചിലത് കലക്കിക്കളഞ്ഞു, ചിലത് ജീവിച്ചു, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ തരത്തിൽ അതിഭീകരമായിട്ടുള്ള പീഡനങ്ങൾ, അതേപോലെ തന്നെ കുഞ്ഞിക്കേളുവിനെ ചതിച്ച് ഈ മേലേരിയിൽ കരിഞ്ഞ് ചാകാൻ വിടുന്ന രീതിയിൽ കുറിയിട് തമ്പ്രാനെ എന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ടും മഞ്ഞൾക്കുറി ഇട്ട് കഴിഞ്ഞാൽ നിർത്താം, ഈ മേലേരിയിൽ ചാടുന്നത് നിർത്താം, പക്ഷെ ഇടുന്നില്ല തമ്പ്രാൻ മനഃപൂർവ്വം. അത് ഇവർക്ക് അറിയാമായിരുന്നു, അത് തമ്പ്രാൻ്റെ ചതിയാണ്, തീച്ചാമണ്ടി തെയ്യമല്ല വസൂരിക്ക് കെട്ടേണ്ടത് എന്നറിയാം, പലരും വിലക്കുന്നുണ്ട്. എന്നിട്ടും ഇത് നമ്മുടെ കർത്തവ്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹമാണ് പറയുന്നത്, നിങ്ങൾ ഈ നാടിൻ്റെ രക്ഷകരാവേണ്ടതാണ് എന്ന് പറയുന്നത് മലയ സമൂഹം തന്നെയാണ്, സ്ത്രീകളാണ്. പെരുമലയൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്, എൻ്റെ പേരക്കുട്ടിയെ ഞാൻ വിടില്ല എന്ന് പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും പോകുന്നു. അവസാനം ഇങ്ങനെയാണത് അവസാനിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ അതിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാൻ മിത്തുകളെ പറ്റിയാണ് ഞാനിത് പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ, ഈ കുഞ്ഞിക്കേളു ഈ കുത്താൻ പോകുന്ന സമയത്ത് ഉച്ചത്തിൽ പറയുന്നൊരു വാചകമുണ്ട്, എൻ്റെ പൊട്ടൻ തെയ്യേ, എൻ്റെ വിഷ്ണുമൂർത്തി തെയ്യേ, പൊട്ടൻ തെയ്യേ, നിങ്ങൾ രണ്ടുപേരും എൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് എനിക്ക് ശക്തി തരണേ എന്ന് പറയുന്നുണ്ട്. പൊട്ടൻ തെയ്യം നമ്മളറിയാം, നോവലിൻ്റെ ആദ്യം മുതലേ നമ്മൾ കാണുന്നു. പൊട്ടൻ തെയ്യം അത് കീഴാളനായിരുന്നു, പുലയ സമുദായത്തിൽ ജനിച്ച ആളാണ് പൊട്ടൻ തെയ്യം. വിഷ്ണുമൂർത്തി തെയ്യം എവിടെ നിന്ന് വന്നു? വിഷ്ണുമൂർത്തി തെയ്യം ഒരു കീഴാള മിത്തായത് എങ്ങനെ എന്നുള്ളൊരു ആലോചനയാണ് എനിക്കുണ്ടായത്. കാരണം വിഷ്ണുമൂർത്തി എന്ന് പറയുന്ന നരസിംഹം ഒരു ഇതിഹാസ കഥാപാത്രമാണ്. നമുക്കറിയാം, ഹിരണ്യകശിപുവിൻ്റെ കഥ നമുക്കറിയാം അല്ലേ? ആ കഥയല്ലേ അത്? ഹിരണ്യകശിപുവിനെ കൊല്ലുന്ന നരസിംഹമൂർത്തിയാണ് വാസ്തവത്തിൽ വിഷ്ണുമൂർത്തി അല്ലേ? ആണ്. അപ്പോൾ അതെങ്ങനെ അത് വന്നു ഇവിടെ അല്ലേ? അങ്ങനെ ഒരു ചോദ്യം അവിടെ വരുന്നു. കീഴാള മിത്തല്ല അതൊരു വിഷ്ണുമൂർത്തിയാണ്. അപ്പോൾ ഒരു അപ്പർ ക്ലാസിൻ്റെ സവർണ ദൈവം അല്ലെങ്കിൽ സംഹാരരൂപിയായ ഒരു ദൈവം എങ്ങനെ ഇതിൽ വരുന്നു എന്നാലോചിക്കുമ്പോഴാണ് നമ്മുടെ ഈ കീഴാള ഈ കലകളിലൊക്കെ കലർപ്പുണ്ടാകുന്നത് എങ്ങനെയാണ്, സവർണ കലകളുടെയും ഇതിൻ്റെയും ഒക്കെ കലർപ്പുണ്ടാവുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായിട്ട് നമുക്കത് പറയാം. നമുക്ക് എവിടെ നോക്കിയാലും അത് കാണാം, ക്ഷേത്രങ്ങളിൽ നോക്കിയാൽ കാണാം, എല്ലായിടത്തും ഇത് കലർന്നു വരുന്നുണ്ട് അല്ലേ? കീഴാള സംസ്കാരവും ഇതും കലർപ്പായിട്ട് വരുന്നത് നമുക്ക് കാണാം. കോവിലിൻ്റെ തട്ടകമാണ് ഞാൻ ആലോചിക്കുന്നത്. കോവിലിൻ്റെ തട്ടകത്തിൽ ധാരാളം മിത്തുണ്ട്, അതേപോലെ തന്നെ ചരിത്രം വരുന്നുണ്ട്. അതിൽ പറയുന്ന, കോവിലിൻ്റെ തട്ടകത്തിൽ പറയുന്നത്, അവിടെ ഒറ്റ മനകളും ഇല്ലാത്ത നാടാണ് കണ്ടാണിശ്ശേരി അല്ല, മൂപ്പിലിശ്ശേരി എന്ന ഗ്രാമത്തിൽ മനകളില്ല, ബ്രാഹ്മണരില്ല. ബ്രാഹ്മണരൊക്കെ എവിടെ പോയി? അവരെയൊക്കെ ഓടിച്ചത് ആവേദകർ ആണ് അല്ലേ? അത് ചോവന്മാർ.
ചോവന്മാർ വന്നത് വടക്കുന്നാണ്. വടക്കുന്ന് വന്നിട്ട് ബ്രാഹ്മണരുടെ പീഡിതരായിരുന്ന ബ്രാഹ്മണരെ മുഴുവൻ പരത്തിയിട്ട് ഈ നാടിനെ സംരക്ഷിച്ചു എന്നാണ് അവരുടെ ഒരു കഥ. അപ്പോൾ ഒരു കീഴാള ഒരു തീയ സമുദായത്തിലെ ഒരാളാണ് അവിടുത്തെ ഒരു രക്ഷകനായിട്ട് ഉള്ളത്. പക്ഷെ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ തട്ടകത്തിലും തോറ്റത്തിലും ഒക്കെ കാണുന്നത് അവിടെ ബ്രാഹ്മണരില്ലെങ്കിൽ പോലും ബ്രാഹ്മണിസമുണ്ട്. ബ്രാഹ്മണിസത്തിൻ്റെ സ്വാധീനം അവിടെ കാണാം. സ്ത്രീ പീഡകരായിട്ട് വരുന്ന സ്ത്രീകൾ ഭയങ്കരമായിട്ട് ഈ പുരുഷാധികാരത്തിൽ കഷ്ടപ്പെടുന്ന ഒരു ബ്രാഹ്മണിസം അവിടെ നിലനിൽക്കുന്നത് നമുക്ക് കാണാം. കോലം തന്നെ എഴുതിയിട്ടുള്ളൊരു വാചകം കൂടി ഞാൻ പറയാം. ഇന്ത്യയെ ഭരിക്കുന്നത് രാജാവായിക്കോട്ടെ, അതല്ലെങ്കിൽ നവാബായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ആരായിക്കോട്ടെ, ഇന്ത്യക്കാരൻ്റെ മനസ്സ് ബ്രാഹ്മണൻ ഭരിക്കുന്നു എന്ന്. അപ്പോൾ ഇത് ഈ ഒരു ബ്രാഹ്മണിസം എന്ന് പറയുന്നത് ബ്രാഹ്മണരിൽ മാത്രം നിൽക്കുന്നതല്ല, ഇത് എല്ലാവരിലേക്കും അരിഞ്ഞിറങ്ങുന്ന ഒരു വ്യവസ്ഥ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. നമ്മളിതൊക്കെ പറയുമ്പോൾ ഇതൊരു ബ്രാഹ്മണനെ പറ്റി മാത്രമല്ല, ബ്രാഹ്മണിസത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഈ ബ്രാഹ്മണിസം വർക്ക് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ അധികാര പ്രയോഗം കൊണ്ട് രൂപത്തിലാണെങ്കിൽ, ചിലയിടത്ത് അല്ലെങ്കിൽ പലയിടത്തും ഇത് വിധേയത്വത്തിൻ്റെ രൂപത്തിലാണ്. വിധേയത്വം അല്ലെങ്കിൽ ഈ വിധേയത്വം ഇല്ലെങ്കിൽ ഈ അധികാര പ്രയോഗത്തിന് സാധ്യതയില്ല എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിലുള്ള സ്ത്രീകളൊക്കെ ഇത് ദൈവനിശ്ചയമാണ്, ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്, ഇതൊക്കെ തമ്പ്രാൻ്റെയാണ്, ഈ കാണുന്നതെല്ലാം തമ്പ്രാൻ്റെയാണ്, ഇത് നമ്മുടെ കടമയാണ്, പട്ടിണി നമ്മുടെ വിധിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അധികവും സ്ത്രീകളാണ് ഈ വിധേയത്വത്തിൻ്റെ അല്ലെങ്കിൽ വ്യവസ്ഥിതിയുടെ കാവൽക്കാരായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. പുരുഷന്മാർ പെരുമലയെ ഞാനൊരു സ്ത്രീ ആയാലും ഞാനിത് പറയണതിൽ അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. വ്യവസ്ഥയുടെ ഈ ആണധികാര വ്യവസ്ഥ എന്ന് പറയുന്നതിനെ നിലനിർത്തുന്നത് പലപ്പോഴും സ്ത്രീകളാണ്. കാരണം ഒരു പക്ഷേ അതിനുള്ള കാരണം ഈ വിധേയത്വ മനസ്ഥിതി സ്ത്രീകളിൽ കൂടുതലായിട്ട് അവർ ജീവിച്ചു വരുമ്പോൾ അവരിൽ ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം. പെരുമലയൻ അതിനെതിർക്കുന്നുണ്ട്. കുഞ്ഞിക്കളിനെ ഞാൻ വിട്ടു തരില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. തീച്ചാമണ്ടി കെട്ടാൻ ഞാൻ വിട്ടു തരില്ല എന്ന് പറയുന്നുണ്ട്. മകനായ അമ്പു ഇതേപോലെ തൻ്റെ ഭാര്യയെ അയാൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മരണം വരിക്കേണ്ടി വന്ന ആളാണ് അമ്പു. കുഞ്ഞിക്കേളുവിൻ്റെ ഗതിയും നമ്മൾ കാണുന്നു. അപ്പോൾ പുരുഷന്മാർ ഇതിനോട് എതിർക്കുമ്പോൾ സ്ത്രീകളാണ് അത് കുറച്ചുകൂടി കീഴടങ്ങി കൊടുക്കുന്നത്. അതേപോലെ തന്നെ വ്യവസ്ഥ, ജാതി വ്യവസ്ഥ. മലയർ പറയുന്നു കുലത്തൊഴിൽ മുടക്കിയാൽ നാട് മുടിയും എന്ന് പറയുന്നുണ്ട്. കുലത്തൊഴിൽ മുടക്കാൻ പാടില്ല, അപ്പം നിങ്ങളത് ചെയ്തേ മതിയാവും. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് അത് ഞാൻ വിട്ടു. ഇനി ഈ കരിമ്പട്ടിണിക്കാരുടെ ജീവിതത്തിലെ സൗന്ദര്യം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതെവിടെയാണ് ആ സൗന്ദര്യം? അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അസാധാരണമായ നന്മയും മനുഷ്യത്വവും പരസ്പര സ്നേഹവും ലാളിത്യവും അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിപരതയെ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ മാഷ ആമയെ ചുട്ടു തിന്നുന്ന കാര്യം പറഞ്ഞു. ആമയൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഭക്ഷണമാണ്. ഇവരെന്താണ് തിന്നുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ചക്കക്കുരു ചുട്ടിട്ട്, അതേപോലെ പുണ്ണാക്ക് അടപ്പിലിട്ട് ചുട്ടിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആണ് കഞ്ഞിക്ക് കൂട്ടുന്നവർ. അതേപോലെ മഴയത്ത് വീണ് പോയ ഒരു പന, അത് വെട്ടിപ്പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സോഫ്റ്റായ ഭാഗങ്ങളുണ്ടാവും. അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഉണക്കി വേവിച്ച് ഉണക്കി സൂക്ഷിച്ച് വെക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തിന്നാനില്ലാണ്ടാവുമ്പോൾ എടുത്തിട്ട് പായസം പോലെ, ശർക്കര വെല്ലം ഉണ്ടെങ്കിൽ ഒരു വെല്ലം ഇട്ടിട്ട് പായസം ഉണ്ടാക്കി കുടിക്കുക. അപ്പോൾ ഒരു എന്തുമാത്രം ദാരിദ്ര്യമാണ് അവർ അനുഭവിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കൊയ്ത്ത് കഴിഞ്ഞ് തമ്പ്രാൻ്റെ പത്തായത്തിലേക്ക് നെല്ലാം കൊണ്ടുപോയി കഴിയുമ്പോൾ മുറിഞ്ഞു കിടക്കുന്ന ചില കതിരുണ്ടാവും. ഈ കതിര് കൊത്താൻ കിളികൾ വരും. ഈ കിളികളുടെ കൂട്ടത്തിൽ ഇവരും പോയിട്ട് ഈ കതിര് പറക്കി ആ നെല്ല് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ. അതേപോലെ തന്നെ തമ്പ്രാൻ്റെ വീട്ടിലെ കുളുത്ത് എന്ന് പറഞ്ഞാൽ തലേ ദിവസം വെച്ച കഞ്ഞീൻ്റെ പുളിച്ച ആ കഞ്ഞി, തവിട്, ഇതൊക്കെയാണ് ഇവരുടെ ഭക്ഷണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ പോലും ചന്തയിൽ പോയി ഒരു 10 ഉണക്കമീനും വാങ്ങി വരുന്ന ചിരുത ചെയ്യുന്നത് എന്താണ്? ചിരുത കുറച്ച് ശർക്കരയും വാങ്ങിയിട്ടുണ്ട്, 10 മത്തിയും വാങ്ങിയിട്ടുണ്ട്, ഉണക്കമത്തി. ശർക്കരയും മത്തി മണക്കുന്നുമുണ്ട്. പക്ഷേ അതിൽ താഴെ എത്തിക്കുമ്പോൾ ചിരുതയുടെ കുന്നിൻ്റെ മുകളിലാണ് ചിരുതയുടെ വീട്. 5 മത്തി എടുത്തിട്ട് മലിനാണിക്ക് കൊടുക്കുകയാണ്.
ഒരു ശർക്കര എടുത്തിട്ട് ഈ കുഞ്ഞിക്കുകളൊന്നും കൊടുക്കണം. അപ്പോൾ ആ ഒരു 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 സ്നേഹം ഇത്ര ഇല്ലാത്തപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ആലോചിക്കാം. ഇനി അയൽ വീട്ടിലെ ആ കുഞ്ഞ് എല്ലാവരുടെയും കുഞ്ഞാണ്, കുഞ്ഞിക്കുകൾ എല്ലാവരുടെയും കുഞ്ഞിയാണ്. അത് അവിടെ വരുന്നവരുടെയാണ്, അയൽക്കാരുടെയാണ്, കച്ചവടമൊക്കെ ആയിട്ട് വരുന്നവരുണ്ട്, അവരുടെയൊക്കെ കുഞ്ഞിയാണ്. അതേപോലെ തന്നെ ഈ വരുന്നവരാരാണ്? കച്ചവടം ചെയ്യാൻ വരുന്നവരാണ്. ലാഭം വേണ്ടാത്ത ക്രയവിക്രയം ഒന്നാലോചിച്ച് നോക്കൂ. ലാഭം അവർക്ക് വേണ്ട. അവർ നെല്ല് കൊടുത്തിട്ട് ശാലിയൻ്റെ അടുത്തുനിന്ന് തോർത്ത് വാങ്ങുന്നു. അതേപോലെ തന്നെ എന്താണ്, എണ്ണ കൊടുത്തിട്ട്, എണ്ണ ആട്ടുന്ന ആൾ എണ്ണ കൊടുത്തിട്ട് തോർത്തോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവാങ്ങുന്നു. ഇത്തിരി കൂടി വലിയ ശുദ്രനാകുമ്പോൾ പശു നെയ്യ് കൊടുക്കുന്നു, എന്നിട്ട് ഇത് വാങ്ങുന്നു. ഈ പശു നെയ്യ് കൊണ്ടുപോയിട്ട് ചിരുതയ്ക്ക് കൊടുത്തിട്ട് കള്ള് വാങ്ങി കുടിക്കുന്നു ഇവർ. അതേപോലെ തന്നെ ഈ കിട്ടുന്ന നെല്ല് മുഴുവൻ കൊണ്ടുപോയിട്ട് അവല് കുത്തുന്നവരുടെ അടുത്ത് കൊടുത്തിട്ട് ഇത്തിരി അവല് തിരിച്ചു വാങ്ങുന്നു, ഇത്തിരി പൈസയും വാങ്ങുന്നു. അപ്പോൾ ലാഭം അവിടെ ഒന്നുമല്ല. ഇതൊരു പഴയ ബാർട്ടർ സിസ്റ്റമാണത്, പഴയ കാലത്ത് പൈസ വരുന്നതിന് മുമ്പുള്ള. പക്ഷെ അതിലുള്ള ഒരു നന്മ ഒന്ന് ആലോചിച്ച് നോക്കൂ. പരസ്പരം ഉള്ള ഇതിലെല്ലാവരും ഉണ്ട്, ഇതിൽ ജാതിയൊന്നുമില്ല. അവിടെ ശാലിയനില്ല, മലയനില്ല, തീയനില്ല, എല്ലാവരും ഈ ഒരു ബാർട്ടർ സിസ്റ്റത്തിൽ പങ്കാളികളാകുന്നത് നമുക്ക് കാണാം. കുശവൻ്റെ ചെക്കന് മലയപ്പെണ്ണിനെ കിട്ടൂല. കുശവൻ അവർ തമ്മിൽ ചെറിയൊരു പ്രണയം ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അത് സാധിക്കില്ല. മലയൻ ചെക്കൻ തന്നെ കല്യാണം കഴിക്കണം. പക്ഷേ ഈ കുശവൻ ചെക്കൻ്റെ അമ്മ ഈ കലം മുഴുവൻ വിൽക്കാൻ കൊണ്ടുപോയി എല്ലായിടത്തും നടന്ന് വിറ്റ് കുറേ ബാക്കിയുള്ള അത് വെച്ചപ്പോഴത്തേക്കും രാത്രിയായി. ഇത് മുഴുവൻ ഈ മലയൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ വാണിയനമ്മൻ്റെ വീട്ടിലോ വെച്ചിട്ട് അവിടെ മുറ്റത്ത് കിടന്ന് ഉറങ്ങും. അവർക്കൊന്നും വേണ്ട, വേറൊന്നും വേണ്ട, അവിടെ കിടന്ന് ഉറങ്ങുക. ഇങ്ങനെ ഉള്ള മനുഷ്യർ. അതേപോലെ തന്നെ ഈ ആട്ടുന്നടത്ത് ചെന്ന് കഴിഞ്ഞാൽ ആർക്ക് ഇത്തിരി പിണ്ണാക്ക് പൊതിഞ്ഞു കൊടുക്കും. പിണ്ണാക്ക് എല്ലാം പട്ടണിക്കാരാണ്, അപ്പോൾ പിണ്ണാക്ക് പൊതിഞ്ഞു കൊടുക്കുക. അതല്ല ഏത് ജാതിക്കാരൻ വന്നാലും ഒരു ഗ്ലാസ് ചൂടുവെള്ളം അല്ലെങ്കിൽ മല്ലിവെള്ളം ഇതാണ് കുടിക്കാൻ കൊടുക്കുന്നത്. അവിടെ ഒന്നും ഒരു ആതിഥ്യമര്യാദ അല്ലാതാവുന്നില്ല. അതേപോലെ തന്നെ ഈ തമ്പ്രാൻ ചതിക്ക് ഇരയാകുമോ എന്ന് പേടിക്കുന്ന കുഞ്ഞിക്കേളുവിന് ചിരുതയുടെ ഒരു വാത്സല്യം നമുക്ക് കാണണം. കരയാണ്, ഇവൻ മരിച്ചു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് അവനൊരു പട്ട് വാങ്ങിച്ചു കൊടുക്കുന്നു. അതേപോലെ പലചരക്ക് വിൽക്കാൻ വരുന്ന മാപ്പിളയുണ്ട്, അന്തുമാപ്പിള അന്ന് വരെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി പൈസ കൂട്ടി വെച്ചുണ്ടാക്കിയ പൈസ മുഴുവൻ കൊണ്ടുവന്നിട്ട് ഇവന് നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് ചിലപ്പോൾ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു പോകും. അങ്ങനെ ഒരു സ്നേഹം അത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരു തെയ്യമോ കെട്ടാൻ പോകുന്ന ഒരു വീട്ടിൽ ഒന്നുമില്ല, അവിടെ തിന്നാനൊരു സാധനമില്ല. പക്ഷെ അപ്പോഴത്തേക്കും ആൾക്കാർ അതിഥികളെത്തുന്നു. ഈ അതിഥികളൊക്കെ കോഴി കൊണ്ടിരുന്നു, എണ്ണ കൊണ്ടിരുന്നു, വാഴക്കൊല കൊണ്ടുവരുന്നു. അങ്ങനെ എല്ലാം തിന്ന് എല്ലാവരും ഇവിടെ ആരെങ്കിലും ഇവിടെയൊക്കെ അങ്ങ് ചുരുണ്ട് കിടന്നോളൂ. ഒരു ആതിഥ്യമര്യാദയൊന്നും അങ്ങനെ ആ കംപ്ലൈൻ്റ് ഒന്നുമില്ല. കുട്ടികളവിടെ കളിക്കുന്നു, എല്ലാവരും അവിടെ എവിടെയും ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങുന്ന ഇങ്ങനെ ഒരു മനുഷ്യ സൗഹൃദത്തിൻ്റെ വല്ലാത്തൊരു എനിക്ക് അങ്ങനെയാണത് ഫീൽ ചെയ്തത്. ഈ പാരസ്പര്യം, ഈ പ്രകൃതിപരത എവിടെ നിന്ന് വരുന്നു? അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇത് എവിടെ നിന്ന് വരുന്നു? ഇതെങ്ങനെ ഇവർക്ക് ഇത്ര സംസ്കാരം ഉണ്ടായത് എവിടെ നിന്നാണ്? പണ്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഈ ബ്രാഹ്മണർ വരുന്നതിന് മുമ്പ് കേരളം വെറും ചതുപ്പായിരുന്നു, ഇവിടെയൊക്കെ പെറുക്കിത്തീനികളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട്. പക്ഷെ അത് തെറ്റാണ് എന്ന് പറയുന്ന വളരെ സംസ്കൃതരായ ഒരു മനുഷ്യ സമൂഹം ഇവിടെ നിലനിന്നിരുന്നു എന്ന് പറയുന്നതിനുള്ള അടയാളങ്ങൾ ധാരാളമുണ്ട്. റോമൻ സാമ്രാജ്യത്തിലെ ചില രേഖകളിൽ ഇവിടെ കുരുമുളക് കച്ചവടം ചെയ്തിരുന്ന വളരെ സംസ്കൃതരായ മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു, അല്ലേ? അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, മുസിരിസ് ഉത്ഖനനം നടത്തുമ്പോൾ 2000 വർഷം മുമ്പ് ഇവിടെ സംസ്കൃതി നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ കിട്ടുന്നു. അതൊക്കെ മുഴുവൻ തെറ്റാണ് എന്ന് പറയുന്നവർ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഈ നമ്മൾ മോഹൻജദാരോ, ഹരപ്പ, അവിടെയും ദ്രവീഡിയരായിരുന്നു, അല്ലേ? ദ്രവീഡിയരായിരുന്നു. കേരളത്തിലും ആദിമ മനുഷ്യർ ദ്രവീഡിയരായിരുന്നു. ഇവർ തമ്മിലുള്ളൊരു സാമ്യം അതിൽ നമ്മുടെ ദളിത് ബന്ധു ജോസിയുടെ മരിച്ചുപോയില്ലേ, ദളിത് ബന്ധു എൻ കെ ജോസിൻ്റെ ഒരു പുസ്തകമുണ്ട്, കേരള ചരിത്രം എന്ന് പറഞ്ഞിട്ട്. അതിൽ പറയുന്നൊരു കാര്യം, ഈ
മൊഹൻജദാരോയിലെ കുഴിച്ചെടുത്തപ്പോൾ കിട്ടിയ ചില ശവപ്പെട്ടികളുണ്ട്. ശവപ്പെട്ടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് തേക്ക് വീട്ടി കൊണ്ടാണ്. ഈ തേക്ക് വീട്ടി കേരളത്തിൻ്റെ പശ്ചിമഘട്ട കാടുകളിൽ മാത്രം കാണുന്ന തേക്കും വീട്ടിയുമാണ് അത്രയും. അപ്പോൾ ആ കാലത്ത് ആരാണ് ഈ തേക്കും വീട്ടിയും ഒക്കെ കീർന്ന് അങ്ങോട്ടൊക്കെ അയച്ചിട്ടുണ്ടാവും. അപ്പോൾ സംസ്കൃതരായൊരു മനുഷ്യ സമൂഹം ഇവിടെ നിലനിന്നിരുന്നു. അവർക്ക് ജാതി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് നമ്മുടെ ബാലകൃഷ്ണൻ, ചരിത്രകാരൻ TK ബാലകൃഷ്ണൻ പറയുന്നത് പണ്ടേ ജാതി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. പക്ഷെ പണ്ടേ ജാതി ഉണ്ടായിട്ടുണ്ടാവില്ല. ജാതി ഉള്ളിടത്തൊന്നും മനുഷ്യൻ സംസ്കൃതരായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവിടെ പല ജോലികൾ ചെയ്തിരുന്ന മനുഷ്യരെ അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടാവാം. ശാലിയരായിരിക്കാം, മലയരായിരിക്കാം, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ജാതി തീക്ഷ്ണത തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. അവിടേക്കാണ് ബുദ്ധമതം വന്നത്, അവിടേക്കാണ് ജൈനമതം വന്നത്. അതിനൊന്നും അവരുടെ ഈ ഒരു ദ്രവീഡിയൻ സംസ്കാരത്തിന് എതിര് നിൽക്കുന്നതായിരുന്നില്ല ബുദ്ധമതവും ജൈനമതവും ഒക്കെ. അതുകൊണ്ട് അത് സ്വീകരിക്കപ്പെട്ടു. ക്രിസ്തുമതം വന്നു, അതും സ്വീകരിക്കപ്പെട്ടു. ഇസ്ലാം വന്നു, അതും സ്വീകരിക്കപ്പെട്ടു. ആശയപരമായിട്ട് ബ്രാഹ്മണിസം വന്നു, അത് സമാന്തരമായിട്ട് വരുമ്പോൾ അതിനെയും സ്വീകരിക്കുന്നു. പക്ഷേ പിന്നീട് ചതി മനസ്സിലാക്കുന്നു. ബുദ്ധ നമുക്കറിയാം, ആ ചരിത്രമൊക്കെ ഇന്നത്തെ പുതിയ നോവലുകളിൽ വരുന്നുണ്ട്. PM മധു എന്ന് പറയുന്ന ആയുർവേദ ഡോക്ടറുടെ വേജരായ ചരിതം എന്ന് പറഞ്ഞിട്ട് വടക്കൻ മലബാറിൽ നിന്ന് വരുന്ന ഒരു നോവലുണ്ട്, വേജരായ ചരിതം. അതേപോലെ തന്നെ മുറിനാവ് എന്ന മനോജ് കുറൂർ ഒരു ബ്രാഹ്മണൻ തന്നെയാണ്. അദ്ദേഹം എഴുതിയ നോവലിലൊക്കെ നമ്മൾ കാണുന്നത് ഈ ബ്രാഹ്മണിസം വന്ന സമയത്ത് എങ്ങനെയാണ് ഈ ബുദ്ധമത സന്യാസിമാരെ, ബുദ്ധമത വിശ്വാസികളെയൊക്കെ മുച്ചൂടും നശിപ്പിക്കുകയും ഓടിക്കുകയും ഒക്കെ ചെയ്തത് എന്ന്. അവരൊക്കെ പോയതിന് ശേഷം ഈ ഒരു സംസ്കൃതരായ മനുഷ്യ സമൂഹം എങ്ങനെ ബ്രാഹ്മണിസത്തിന് കീഴ്പ്പെടേണ്ടി വന്നു എന്നുള്ളൊരു ചോദ്യം അതുകൂടി നമുക്ക് ഇതിൽ കൊണ്ടുവരാം. PM മധുവിൻ്റെ നോവലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ട്. അതിൽ ഭാവനയൊക്കെ ഉണ്ടാവാമായിരിക്കാം. ബ്രാഹ്മണർ വന്നു, ഇവിടെയുള്ള ബ്രാഹ്മണരെല്ലാം ആര്യവംശജരൊന്നും ആവണമെന്നില്ല. ഇവരൊക്കെ ഇവിടെ വന്നപ്പോൾ ഈ ഭാട്ടിയമാർ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ചാത്തിരിമാരും ഭാട്ടിമാരൊക്കെയാണ് കർണാടകത്തിൽ നിന്ന് ഇവിടെ വന്നത്. അവർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ കുറേ പ്രതിഷ്ഠകളങ്ങനെ വെച്ചു. സവർണ ദൈവങ്ങളുടെ പ്രതിഷ്ഠകൾ വെച്ചു. ഇതിനൊക്കെ പൂജ ചെയ്യാൻ പൂജാരിമാർ വേണം, ബ്രാഹ്മണർ വേണം. ബ്രാഹ്മണർ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇവർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ അതിൽ പറയുന്ന ഒന്ന്, കാട്ടിൽ മീൻ പിടിച്ച് നടക്കുന്ന വളരെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. അവൻ മീൻ പിടിക്കുകയാണ്. പക്ഷെ അവൻ ഒരു കടുവയെ കൊല്ലുന്നുണ്ട്. ആ കടുവയുടെ മേൽ കാല് കയറ്റി വെച്ചിട്ട് അതിനെ കൊന്നിട്ട് കാല് കയറ്റി വെച്ച് നിൽക്കുന്ന രാമൻ എന്നു പേരായ ഒരു ചെറുപ്പക്കാരനെ, നിനക്ക് ഞങ്ങൾ നല്ല ഇത് തരാം, മനകളൊക്കെ ഉണ്ടാക്കി തരാം, നിനക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പൂണൂലിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ബ്രാഹ്മണനാക്കി. അപ്പോൾ നമ്മുടെ ഇവിടെ കാണുന്ന ഈ ബ്രാഹ്മണർ പോലും ദ്രവീഡിയ വംശജർ തന്നെ ആയിരിക്കാം. നമ്മളിലൊക്കെ ഏത് ജീനാണെന്ന് നമുക്കറിയില്ല. മിക്കവാറും കേരളത്തിലെ ഇന്നത്തെ മനുഷ്യരിൽ അധികവും ദ്രവീഡിയർ തന്നെ ആയിരിക്കാനാണ് സാധ്യത. കോവിലൻ്റെ നോവലുകളിൽ നമ്മൾ കാണുന്നുണ്ട്, കുന്നിൻ്റെ പുറത്ത് ബുദ്ധ മുനിമടകൾ കാണുന്നുണ്ട്, അതേപോലെ നങ്ങണാങ്കുഴികൾ കാണുന്നുണ്ട്. അതൊക്കെ ബുദ്ധ ജൈന മതത്തിൻ്റെ ബാക്കി പത്രങ്ങളായിട്ട് നമുക്ക് ആ നോവലിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ നിർത്താൻ പോവാണ്. കോവിലൻ പറയുന്ന സമയമാവുന്നുള്ളൂ എൻ്റെ. കോവിലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കോവിലൻ ഈ ഏകാന്തതയുടെ 100 വർഷങ്ങൾ മാർക്കേസിൻ്റെ വായിച്ചിട്ട് അദ്ദേഹം എഴുതി വെച്ചൊരു കാര്യം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം അതിലെ ഒരു സംസ്കൃതി, അവിടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ സംസ്കൃതി, അതിന് എന്തൊരു സാമ്യമാണ് നമ്മുടെ ഈ കീഴാള മനുഷ്യരുടെ സംസ്കൃതിയുമായിട്ട്. പിതൃക്കൾക്ക് പിണ്ടം വയ്ക്കുക, അതേപോലെ തന്നെ തോറ്റം പാട്ട്, പഴയ പാട്ട്, അതേപോലെ തന്നെ മുത്തച്ഛൻ്റെ പേര് പേരക്കുട്ടിക്ക് ഇടുക, അച്ഛൻ്റെ പേര് അവൻ്റെ കുട്ടിക്ക് ഇടുക, ഇങ്ങനെ പേരുകൾ ആവർത്തിച്ച് വരിക. ഇതൊക്കെ അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു 5-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഈ കേരള സംസ്കൃതിയുടെ കാലത്ത് ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് ബന്ധമുണ്ടായിരുന്നിരിക്കാം. NK ജോസ് പറയുന്നത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറിയവരാണ് ഇന്നത്തെ ഇവിടെ കേരളത്തിലുള്ള ദ്രവീഡിയരും അതേപോലെ
ഈ സിന്ധു നദീതടത്തിലുണ്ടായിരുന്ന ദ്രവീഡിയരൊക്കെ ഒരേ വംശക്കാർ, പണ്ട് കുടിയേറെ ദ്രവീഡിയരായാലും ആര്യന്മാരായാലും ഒക്കെ കുടിയേറിയവർ തന്നെയായിരുന്നു. ഇങ്ങനെ ജനിതകമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയ വളരെയേറെ സംസ്കൃത ചിത്തരായിരുന്നിരിക്കാവുന്ന, തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ അടയാളങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം. നമ്മുടെ പാരമ്പര്യം ജാതീയതയല്ല, നമ്മുടെ പാരമ്പര്യം ചാതുർവർണ്ണ്യമല്ല, നമ്മുടെ പാരമ്പര്യം മതവിഭാഗീയതയല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ കാലത്തെ ഈ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് കൂടി ഈ പെരുമലയിലൂടെ, ഈ ചരിത്രത്തിലൂടെ നമ്മളൊരു പിന്നടത്തം നടക്കുന്നുണ്ട്. അതിലേക്ക് അദ്ദേഹം എത്തുന്നില്ലെങ്കിൽ പോലും, ഈ പറഞ്ഞ 5-ാം നൂറ്റാണ്ടിന് മുമ്പുള്ളതിലേക്ക് എത്തുന്നില്ലെങ്കിൽ പോലും ഞാൻ വായിച്ചത് ആ രീതിയിലാണ്. ആ ഒരു നന്മയാണ് ഈ ഒരു കീഴാള മനുഷ്യരിൽ നമുക്ക് കാണാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പിന്നടത്തം എന്നെ സംബന്ധിച്ച് കേരള ചരിത്രത്തിലൂടെ ഉള്ള പിന്നടത്തമായിരുന്നു. അതൊരു പ്രതിരോധം കൂടിയായിരുന്നു. ഈ ഒരു പ്രതിരോധം തന്നെയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഏറെ സന്തോഷമുണ്ട്. ഇത്രയും പ്രസക്തമായിട്ടുള്ള ഇനിയും പുരസ്കാരങ്ങൾ നേടേണ്ട ഒരു നോവലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ സാധിച്ചത്. നന്ദി.